വൈക്കത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ മഹോത്സവം ഏപ്രിൽ 17 മുതൽ 22 വരെ നടക്കും. 6 ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിൽ വിവിധ ഇനം പരിപാടികളും അരങ്ങേറും എന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വളാഞ്ചേരി വൈക്കത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഏപ്രിൽ 17 കൊടിയേറും. ഏപ്രിൽ 22 ഗംഭീര ദേശവരവുകളോടെ ഉത്സവത്തിന് സമാപനമാകും. 6 ദിവസങ്ങളായി നടക്കുന്ന ഉത്സവത്തിൽ ഏപ്രിൽ 18, 19, 20, 21 തീയതികളിലായി വിവിധ ചടങ്ങുകളും ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കും. ഒപ്പം ഉത്സവത്തിന് മാറ്റേകാൻ വിവിധങ്ങളായ പരിപാടികളും അരങ്ങേറും. അതിപ്പോഴും ജനകീയപരമായ നിലപാടുകൾ കൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു ഉത്സവമാണ് വൈക്കത്തൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം. ഈ വർഷത്തെ ഉത്സവം അതിവിപുലമായ രീതിയിൽ തന്നെയാണ് ഈ വർഷത്തെ ഉത്സവം ഞങ്ങൾ നടത്തുന്നത്. ഈ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷം മുഴുവൻ സമയവും നമ്മുടെ നാട്ടിലെ പ്രാദേശികപരമായിട്ട് നിൽക്കുന്ന കലാകാരികളും കലാകാരന്മാരും അണിയിച്ചൊരുക്കുന്ന കലാപരിപാടികൾക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ ഉത്സവം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. 17-ാം തീയതി വൈകുന്നേരത്തോടു കൂടി പ്രസാദൂട്ട് നടക്കുന്ന സ്ഥലം സജീവമാകും. 22-ാം തീയതി വൈകിട്ട് വരെ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള 3 നേരവും ഭക്ഷണം കൊടുക്കുന്ന രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വർഷത്തെ ഉത്സവത്തിന് നടത്തപ്പെടുന്നത്. ക്ഷേത്രം തന്ത്രി കിഴക്കനിയടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി മുണ്ടക്കിഴി കാലടി നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പാരമ്പര്യ ട്രസ്റ്റി മഴുവഞ്ചേരി വാസുദേവൻ നമ്പൂതിരി, എക്സിക്യൂട്ടീവ് ഓഫീസർ അജിൻ ആർ ചന്ദ്രൻ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ചാച്ചു പൊറ്റമൽ, ബാലകൃഷ്ണൻ സി, ജിതിൻ ബാബു പി, ഷിനിൽ, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് സുകുമാരൻ കൗസ്തുഭം, സെക്രട്ടറി ജിത്തു ഗോപിനാഥൻ വൻപള്ളിയിൽ, വൈസ് പ്രസിഡന്റ് ജിഷ ബാബു, ജോയിന്റ് സെക്രട്ടറി ശ്രീദേവി, മുകുന്ദൻ തുടങ്ങിയവരാണ് ഉത്സവത്തിന് നേതൃത്വം നൽകുന്നത്. വാർത്താസമ്മേളനത്തിൽ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് സുകുമാരൻ കൗസ്തുഭം, സെക്രട്ടറി ജിത്തു ഗോപിനാഥ, ബാലകൃഷ്ണൻ ചെമ്പനാടൻ, ബിജുമോൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.